അജ്ഞതയാണ് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിലും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും നമ്മൾ അവഗണിക്കുന്നത് വർത്തമാനകാലത്തെയാണ്. ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ജീവിതമെന്ന യാത്രയിൽ നമ്മെ നയിക്കുന്നത് ഉത്കണ്ഠകളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജ്യോതിഷം എന്ന ശാസ്ത്രത്തിലേക്ക് നമ്മൾ അഭയം തേടുന്നത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ സ്വത്വം തേടുന്ന മലയാളികൾ ആദ്യമെത്തുന്നത് പാഴൂർ പടിപ്പുരയിലേക്കാണ്. ജ്യോതിഷത്തിൻ്റെ അവസാന വാക്കായി മലയാളികൾ അംഗീകരിച്ച സ്ഥലമാണിത്. ജ്യോതിഷത്തെ പരമ്പരാഗത സിദ്ധിയായി കാത്തുസൂക്ഷിക്കുന്ന ഈ പടിപ്പുരയുടെ ചരിത്രം ആരംഭിക്കുന്നത് തലക്കുളത്ത് ഭട്ടതിരിയിൽ നിന്നാണ്. ഭ്രഷ്ടിനെ ഭയന്ന് ദേശാടനത്തിനിറങ്ങിയ ഭട്ടതിരി പാഴൂർ പുഴയിലൂടെ രാത്രിയിൽ വള്ളത്തിൽ വന്നതും ആളറിയാതെ മുല്ലശ്ശേരി മനയ്ക്കലെ കണിയാട്ടിയുമായി സഹശയനം ചെയ്തതുമായ സംഭവങ്ങൾ ഐതിഹ്യപ്രസിദ്ധമാണ്. തലക്കുളത്ത് ഭട്ടതിരിക്ക് കണിയാത്തിയിലുണ്ടായ പുത്രനാണ് ഇവിടത്തെ ആദ്യ ജ്യോതിഷി. അതായത് ഈ പാഴൂർ പടിപ്പുര എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ, യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് തലക്കുളത്തൂർ ഗോവിന്ദ ഭട്ടതിരിപ്പാടിൻ്റെ ആഗമനത്തിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലം വടക്കേ മലബാറാണ്, തലക്കുളത്തൂർ ഇല്ലം. അപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തിയും പ്രഗത്ഭനുമായ ഒരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു, ഒരു അമാനുഷനായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ ഒരു ഭ്രഷ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭ്രഷ്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദേവാലയങ്ങൾ തോറും തീർത്ഥാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം സങ്കല്പിച്ചു. അങ്ങനെ യാത്ര തുടർന്നു, പാഴൂർ അമ്പലത്തിലെത്തി. അപ്പോൾ ഭ്രഷ്ട് സംഭവിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തോണി കളിക്കാനായിട്ട് കുറേ സഹപ്രവർത്തകരെല്ലാം കൂടി തോണി കളിക്കാനായിട്ട് താഴത്ത് മൂവാറ്റുപുഴയിൽ കൂടി ഇങ്ങനെ വള്ളം കളിക്കാനായിട്ട് പോയി. ശക്തിയായ കാറ്റും മഴയും വന്നതിനെ തുടർന്നൊരു അഭയകേന്ദ്രമായിട്ട് ഈ പാഴൂർ പടിപ്പുര സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ തീരപ്രദേശത്ത് ഒരു കുളിപ്പിലുണ്ട്. അപ്പോൾ ആ കുളിപ്പുരയിൽ ആണ് തോണി അദ്ദേഹം അടുപ്പിച്ച് വിശ്രമിക്കാനിരുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് വിശ്രമിക്കാനിരുന്നു. അദ്ദേഹം ക്ഷീണം കൊണ്ട് കിടന്നു ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ പടിപ്പുരയിൽ അന്ന് അധിവസിച്ചിരുന്നതായ ഗണക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് ഈ തലക്കടത്തൂർ ഈ പാഴൂർ പടിപ്പുര എന്ന് പറയുന്ന സ്ഥാപനം ഇരിക്കുന്ന ആ മന മുല്ലശ്ശേരി മന എന്നൊരു മനയായിരുന്നു. അപ്പോൾ ആ മനയ്ക്കലെ നമ്പൂതിരിമാരിൽ ഒരാൾ മാത്രം അവശേഷിച്ചിട്ട് അദ്ദേഹം കാശിക്ക് പോയിട്ട് വർഷങ്ങളായിട്ട് കാണാതെ വന്നപ്പോൾ ഈ അനാഥസ്ഥിതി കണ്ടിട്ട് ഈ പരിസരത്തുള്ള നമ്പൂതിരിമാരെല്ലാം കൂടി സംഘടിതരായിട്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് പാഴൂർ ഗണികന്മാർക്ക് ദാനമായിട്ട് തരിക. അപ്പം അങ്ങനെ അവർ ഇവിടെ താമസിക്കുന്ന കാലഘട്ടത്താണ് ഈ ഭട്ടതിരിപ്പാടിൻ്റെ വരവ്. അങ്ങനെ ഈ അവർക്ക് വേറെ ഗണകന്മാർക്ക് ഭാര്യയും ഭർത്താവും ഇല്ല, വേറെ ആരുമില്ല. അപ്പോൾ ഈ രാത്രി കിടപ്പ് മാത്രം താഴെ കുളപ്പുരയിലാക്കണം, പകൽ സമയത്ത് ഈ നാലുകെട്ടിലുമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഭർത്താവ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ സമയമൊക്കെ ആകുമ്പോഴേ വരാറുള്ളൂ. വന്നാലും വന്നില്ലെങ്കിലും താഴത്ത് വന്ന് കിടന്നോടുന്ന ഓർഡറുണ്ട്. അതനുസരിച്ച് അവിടെ പായം തലനെ വിരിച്ചിരുന്നു. അവിടെയാണ് ഈ ഭട്ടതിരിപ്പാട് വന്ന് വിശ്രമിച്ച് കിടന്നുറങ്ങിപ്പോയി. ഇവർ പതിവ് പോലെ ഭർത്താവ് വന്നോ നോക്കാൻ ചെയ്തപ്പോഴത്തേക്കും ഒരാൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഭർത്താവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ സഹശയനം നടത്തി. നേരം വെളുക്കുമ്പോഴാണ് നീ ആരാണ്, എന്താണ്, ഏതായാലും ഇതിൻ്റെ ജാതക ഫലമാണ്, നിനക്കൊരു ആൺകുട്ടി പിറക്കും, ആ കുട്ടിക്ക് ഒരു 12 വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഇവരെ അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിട്ടു പോവുകയാണ്. പാഴൂരിൽ പടിപ്പുരകൾ 3 എണ്ണമാണുള്ളത്. ഇവയ്ക്ക് 3നും
അതിൻ്റേതായ പ്രസിദ്ധിയും പ്രസക്തിയുമുണ്ട്. പാഴൂർ പുഴയോട് ചേർന്ന് കാണുന്ന പടിപ്പുരയിലാണ് തലക്കുളത്ത് ഭട്ടതിരി അഭയം തേടി വന്നതെന്ന് പറഞ്ഞു വരുന്നു. അതിനാൽ ഇന്നും ഈ പടിപ്പുരയ്ക്ക് ചരിത്ര പ്രാധാന്യമുണ്ട്. തലക്കുളത്ത് ഭട്ടതിരിയുടെ സമാധി സ്ഥലമാണ് ഇവിടത്തെ രണ്ടാമത്തെ പടിപ്പുര. സമാധി സമയം ആസന്നമായപ്പോൾ തൻ്റെ പുത്രനെ വിളിച്ച് തന്നെ പടിപ്പുരയുടെ ഭാഗമായി തന്നെ അടക്കം ചെയ്യണമെന്നും അവിടെ ഒരു പടിപ്പുര പണിത് അതിലിരുന്ന് പറയുന്ന പ്രശ്നവിചാരങ്ങൾ പിഴയ്ക്കില്ലെന്നും ഭട്ടതിരി മകനെ അനുഗ്രഹിച്ചു. ഇന്നും ഇവിടെ പ്രശ്നം പറയാനിരിക്കുന്നത് തലക്കുളത്ത് ഭട്ടതിരിയുടെ സമാധി സ്ഥലമായ പടിപ്പുരയിലാണ്. കൊല്ലവർഷം 412 ആണ്ട് വൃശ്ചിക മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം സമാധി അടയും. അപ്പം സമാധി അടയുന്നതിന് മുമ്പായിട്ട് വരിക്കപ്ലാവ് കൊണ്ടൊരു പെട്ടി ശരിയാക്കി വെക്കണം. ഞാൻ പത്മാസനത്തിലിരുന്ന് എൻ്റെ ശിരസ് എപ്പോൾ പൊട്ടുന്നതായി കാണുന്നു അപ്പോൾ എൻ്റെ മോൾ ഭാഗം അടയ്ക്കണം. അതിൻ്റെ പിന്നിൽ നിന്ന് വേണം പ്രശ്നം പറയാനും ഫലനിർദ്ദേശം ചെയ്യാനും. എല്ലാം സത്യമായിട്ട് വരും എന്നുള്ള അനുഗ്രഹം കൊടുത്തിരിക്കുന്നു. ആ സമാധി പീഠത്തിലാണ് ഇപ്പോഴും പ്രശ്നം പറയുന്നത്, ഈ സ്ഥലത്ത്. അപ്പോൾ ആ സമാധി പീഠ അദ്ദേഹത്തിൻ്റെ ആ ഭട്ടതിരിപ്പാടിൻ്റെ തേവാരമൂർത്തികൾ ഇന്നും വേണ്ട രീതിയിൽ ഇന്ന രീതിയിൽ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആ തീർത്ഥം ഇവിടെ സമർപ്പിച്ചതിന് ശേഷമേ പ്രശ്നം പറയാവൂ, ഫലനിർദ്ദേശം എല്ലാം സത്യമായിട്ട് എന്നുള്ള ആ ഒരു അനുഗ്രഹം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ വക പൂജാമുറി, ഞങ്ങളുടെ പൂജാമുറി ഗണപതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ. അപ്പം ഗണപതിയും ശാസ്താവും അതുപോലെ തന്നെ ഈ വെണ്ണകൃഷ്ണൻ, ശ്രീചക്രം, മഹാമേരു, സന്താന ഗോപാല പ്രതിമ, അങ്ങനെ സാളഗ്രാമാദി മൂർത്തികൾ, ഇങ്ങനെ 10-24 കൂട്ടം മൂർത്തികൾ നിത്യവും രാവിലെ തേവാരം കഴിഞ്ഞിട്ട് ആ തീർത്ഥം സമർപ്പിക്കും ഇവിടെ. നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന ഭൂമിയെന്ന് പാഴൂർ പടിപ്പുരയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടത്തെ ജ്യോത്സ്യന്റെ വൈഭവം പരീക്ഷിക്കാനായി ബ്രാഹ്മണ വേഷധാരികളായിട്ടെത്തിയ ബുധശുക്രന്മാരുടെ കഥ പ്രസിദ്ധമാണ്. ജ്യോതിഷിക്ക് നൽകിയ വാക്കു പാലിക്കാനായി ബുധശുക്രന്മാർ ഇന്നും അവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടത്തെ മൂന്നാമത്തെ പടിപ്പുരയുടെ പ്രത്യേകത. ബുധശുക്രന്മാർ ബ്രാഹ്മണ വേഷധാരികളായിട്ട് പടിപ്പുരയിൽ ജ്യോത്സ്യനെ പരീക്ഷിക്കാനായിട്ട് വന്നു. അപ്പോൾ അവർ ഈ ജ്യോത്സ്യൻ ഇവിടെ കിഴക്കേ പടിഞ്ഞാറ് പടിപ്പുരയിരിക്കുന്നു. ബുധശുക്രന്മാർ കിഴക്കേ അറ്റത്ത് 2 തട്ടുകളിലായിട്ടിരിക്കുന്നു. എന്നിട്ട് അവർ ചോദിച്ചെന്ന് വെച്ചാൽ, ജ്യോത്സ്യരെ ഇപ്പം ബുധശുക്രന്മാർ ഏതെല്ലാം രാശിയിലാണ് ഇരിക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പം അന്ന് പഞ്ചാംഗമൊന്നുമില്ല, എല്ലാം ഗണിതക്രിയകളാണ്. എല്ലാം ഗണിച്ചു നോക്കിയപ്പോഴത്തേക്കും ബുധൻ ഇന്ന രാശിയിൽ, ശുക്രൻ ഇന്ന രാശിയിൽ എന്ന് പറഞ്ഞു. ഉടനെ അവർ അബദ്ധമാണല്ലോ, ഒന്നുകൂടെ നോക്കണല്ലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്തേക്ക് മുറുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മുറുക്കി തുപ്പാനായിട്ട് പുറത്ത് പോയി തിരിച്ച് അവർ സീറ്റ് മാറിയിരുന്നു. അപ്പം ബുധൻ്റെ സ്ഥലത്ത് ശുക്രനും ശുക്രൻ്റെ സ്ഥലത്ത് ബുധനും കയറിയിരുന്നു. നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും നോക്കിയപ്പോഴത്തേക്കും ആ രാശി മാറി വേറെ രാശിയിലായി. അപ്പോൾ 1-2 ഘട്ടം ഇങ്ങനെ ആയപ്പോൾ ഇതുവരെ അബദ്ധമൊന്നും ഉണ്ടാകാത്തതായ ആ ജ്യോത്സ്യൻ ഇവർ സാക്ഷാൽ ബുധശുക്രന്മാർ തന്നെയാണോ എന്നതിന് അദ്ദേഹത്തിന് സംശയമായി. അപ്പോൾ അതുകൊണ്ട് അകത്തൊരു ഗ്രന്ഥമുണ്ട്, അത് ഉള്ളേ പോയി നോക്കി ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വരാം, അതുവരെ അവിടുന്ന് എഴുന്നള്ളരുത് എന്ന് പറഞ്ഞ് അവരെ സത്യം ചെയ്യിച്ചതിന് ശേഷം ഈ ജ്യോത്സ്യൻ 4 കയറി ആത്മഹത്യ ചെയ്യുകയാണ്.
അങ്ങനെ അവരവിടെ ഇരുന്ന് അവർ ലയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് സങ്കല്പം. പാഴൂർ പടിപ്പുരയിലെ ആസ്ഥാന കേന്ദ്രമായ മുല്ലശ്ശേരി മന ബ്രാഹ്മണന്മാർ കണിയാന് സമ്മാനിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഇല്ലത്തിൻ്റെ മാതൃകയിൽ 4 കെട്ടോടുകൂടി ആ ഭവനത്തിൽ പരദേവതകളുടെ പ്രതിഷ്ഠയും കാണാവുന്നതാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തങ്ങൾക്ക് സമ്മാനമായി ലഭിച്ച ഇല്ലം കൃത്യമായി സൂക്ഷിക്കാൻ പടിപ്പുരയിലെ അന്തേവാസികൾക്ക് സാധിക്കുന്നു. പാഴൂർ പടിപ്പുരയുമായി അഭേദ്യമായ ബന്ധമാണ് പാഴൂർ ക്ഷേത്രത്തിനുള്ളത്. പടിപ്പുരയുടെ ഉത്ഭവത്തിന് കാരണഭൂതനായ ഭട്ടതിരിയുമായും മറ്റും ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഈ ബന്ധത്തെ ദൃഢീകരിക്കുന്നു. പാരമ്പര്യത്തോട് പുലർത്തുന്ന ഭക്തിയാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടത്തെ മുൻ തലമുറയിലെ 19 കണിയാന്മാരുടെയും ആത്മസാന്നിധ്യം ഇവിടെ കുടികൊള്ളുന്നു. ഈ ഭട്ടതിരിപ്പാടിൻ്റെ സമാധി ഇരിക്കുന്ന പടിപ്പുരയുടെ തെക്ക് വശത്ത് 19 തലമുറ കഴിഞ്ഞിരിക്കുകയാണ്. ആ 19 തലമുറകളെല്ലാം ഓരോ ജ്യോത്സ്യന്മാരുടെ ചിതാഭസ്മങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 19 തലമുറയും കഴിഞ്ഞ് 20ാമത്തെ തലമുറയാണ്. ഇപ്പോൾ എൻ്റെ പേര് PS സുരേന്ദ്രൻ ജ്യോത്സ്യർ, പാഴൂർ പടിപ്പുര. എൻ്റെ കഴിഞ്ഞ ജ്യോത്സ്യരുടെ പേര് PK ശങ്കരൻ ജ്യോത്സ്യർ. അത് അമ്മയുടെ അച്ഛനാണ്. ഈ ജ്യോത്സ്യർക്ക് ആമക്കളില്ല. അപ്പോൾ ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. ആ മകളുടെ മകനെ ദത്തെടുക്കേണ്ടി വരുന്നു, കാരണം അടുത്ത തലമുറയിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ദത്തെടുക്കേണ്ടി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ കാശിക്ക് പോയ ആ തിരുമേനി വർഷങ്ങൾക്ക് ശേഷം ഈ പടിപ്പുര വരുമ്പോൾ ഇവിടെ വേറെ ആളുകൾ താമസിക്കുകയാണ്. ഉടനെ അദ്ദേഹം ശപിക്കുന്നു, നിങ്ങൾക്ക് ആൺസന്താനമില്ലാതെ പോട്ടെ എന്ന് ശപിക്കുകയാണ്. ആ ശാപം തീർന്നിട്ടില്ല ഇതുവരെ. എനിക്കും 2 പെൺമക്കളാ. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. ജ്യോതിഷത്തെ ഒരു തൊഴിൽ മാർഗമായി കാണാനും അനാവശ്യമായി പണം സമ്പാദിക്കാനും ഇവിടത്തെ ജ്യോതിഷികൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ എത്തുന്നവരുടെ ജാതിയോ മതമോ സമ്പത്തോ ഒന്നും ജ്യോതിഷികൾക്ക് പ്രശ്നമല്ല. പ്രശ്നഭരിതമായ മനസ്സുമായിട്ടെത്തുന്നവർക്ക് പ്രശ്നവിചാരത്തിലൂടെ ശാന്തി നൽകാൻ കഴിയുന്നു എന്നതാണ് ഇവരുടെ വിജയം. ഈ ഗണകപ്പലകമേൽ കവിടി നിരത്തുമ്പോൾ അവിടെ തെളിയുന്നത് അറിവിൻ്റെ നാളമാണ്. ഈ പടിപ്പുരയിൽ നിന്നുമുള്ള ഒരു പ്രവചനവും ഇന്നേ വരെ പിഴച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കാലങ്ങളെക്കുറിച്ചുള്ള അജ്ഞത അകറ്റുന്ന അറിവാകുന്നു ഇവരുടെ വാക്കുകൾ. തലമുറകൾ പിന്നിടുമ്പോഴും പാഴൂർ പടിപ്പുരയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നു. കാലത്തിനും കീഴടക്കാനാവാത്ത സത്യത്തിൻ്റെ പ്രവചനങ്ങളുമായി പാഴൂർ പടിപ്പുരയിൽ തിരിതെളിയുമ്പോൾ അവിടെ കാലവും മനുഷ്യ മനസ്സുമായുള്ള അകലം കുറയുന്നു.